Watch full episodes on Jio Hotstar. വരൂ വരൂ, എന്റെ ബംഗ്ലാവിൽ താമസിക്കാനുള്ള വാടക തന്നോളൂ, താമസിച്ചോളൂ, എന്നിട്ട് സുഖമായി ഉറങ്ങിക്കോളൂ. അകത്ത് വലിയ തണുപ്പൊന്നുമില്ല, നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. ആഹാ, ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസാ. താങ്ക് യു മിസ്റ്റർ ഫോക്സ്. ബംഗ്ലാവ് നിങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിലും അതിന്റെ ഭാഗ്യം മുഴുവൻ അനുഭവിക്കുന്നത് ഞാനാ. ഇത് എന്റെ ബംഗ്ലാവാ മോട്ടു പത്രു. ഇതിന്റെ ക്ലീനിങ്ങിന്റെയും ഇന്റീരിയർ ഡെക്കറേഷന്റെയും പണി നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും ഒത്തു വേഗം വന്ന് പണി തീർത്തേക്ക്. ഓക്കെ, ജോലി തീർന്നാലുടനെ എന്നെ അറിയിച്ചേക്ക്, ഞാൻ വരാം. മിസ്റ്റർ ഫോക്സ്, ഡോണ്ട് വറി, എല്ലാം ശരിയാവുന്നേ. വരൂ വലിയേട്ടാ, നമുക്ക് പണി തുടങ്ങാംന്നേ. അയ്യോ അയ്യോ, മനുഷ്യന്മാർ വന്നിരിക്കുന്നു. എനിക്ക് എനിക്ക് അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് വേഗം എനിക്ക്. എല്ലാവരും എണീറ്റ് വേഗം ഒന്ന് ഒളിക്ക്. വേഗം വേഗം ഒന്ന് ഒളിക്ക്. എന്നാ ശരി വലിയേട്ടാ, ഒരു റൂം നിങ്ങളും ഗസീട്ട റാമിയും വൃത്തിയാക്കൂ, മറ്റൊരു മുറി ഞാനും പത്ലുവും വൃത്തിയാക്കിക്കോളാം. ഓക്കേ ഓക്കേ എന്റെ ചങ്കേ. വരൂ, നമുക്ക് ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യാം. എന്താ ഈ വീടിനകത്ത് വല്ലാത്തൊരു നാറ്റം. അല്ല പത്ലു, നീ എന്തിനാ കടന്നിങ്ങനെ നിലവിളിക്കുന്നത്? അല്ല പത്ലു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതിനകത്ത് സൂക്ഷിച്ച എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ. എന്റെ പുറകിൽ എന്താ പഞ്ഞിക്കെട്ട് പോലൊരു സാധനം. പൊളിച്ചെടുത്തല്ലോ പത്ലു. അലമാരക്കകത്ത് കിങ് കോബ്രയും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ മോട്ടുവും പത്ലു ആണെന്ന്. പക്ഷേ മോട്ടുവും പത്ലു അല്ല. കരടി പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മച്ചിയെ, എന്തൊരു വിധിയായത്. ഹലോ, എന്തൊക്കെയുണ്ട്? ഈ വീട് മൊത്തം മൃഗങ്ങളാണ്. നിക്ക് നിക്ക്, അല്ല നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? അവരല്ലേ പേടിക്കണ്ടേ? ഇത് എന്റെ വീടല്ലേ. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഫോക്സിന്റെ വീടാണെന്ന്. നമ്മളെ കണ്ടിട്ട് അവര് പേടിച്ചോടി, അവരെ കണ്ടിട്ട് നമ്മളും. എന്തൊക്കെ ആയാലും നമുക്കിനി സമാധാനായിട്ട് അകത്ത് പോയിട്ട് എല്ലാം വൃത്തിയാക്കാം. അവർ മനുഷ്യന്മാരാണ്, നമ്മൾ അവരെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ കാട്ടുമൃഗങ്ങളാണ്. മനുഷ്യർ നമ്മളെയാണ് പേടിക്കേണ്ടത്. നമ്മൾ അവരെ പേടിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വരൂ, നമുക്ക് അവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കാം. കിങ് കോബ്ര, ബ്ലാക്ക് പാന്തർ, വേഗം വരൂ. മമ്മി, രക്ഷകനെ. വേണ്ട, വേണ്ട. കടിക്കല്ലേ. ബല്ലേ 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 ബല്ലേ. പൊളിച്ചടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്രയും വലിയ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല. ഓടിക്കാം.
ടാറ്റാ. ഇന്ന് വെച്ചോ. ഡോക്ടർ ജക്ക, നിങ്ങൾ എവിടെയായിരുന്നു? ഓ എന്റെ ചങ്ക്, ഞാൻ അവരുടെ വർത്താനം കേട്ട് പേടിച്ചിരിക്കുവായിരുന്നു. ഞാൻ ആ മരത്തിന്റെ മുകളിലായിരുന്നു. അവര് പറയുന്നത് മുഴുവനും ഞാൻ കേട്ടു. നമുക്കിന്ന് രാത്രി ഇവിടെ എങ്ങാനും ഉറങ്ങാൻ ചങ്കുകളെ, അതാ നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ ചങ്കുകളെ, എന്റെ കയ്യിൽ ഈ ഗാഡ്ജറ്റ് ഉണ്ടല്ലോ, ഇതുമൂലം മൃഗങ്ങളുടെ എല്ലാ സംഭാഷണങ്ങളും എനിക്ക് മനസ്സിലാകും. ഈ ജഡ്ക ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചിരുന്നത്? പിന്നെയുണ്ടല്ലോ, അവർക്ക് നമ്മുടെ ഭാഷയും മനസ്സിലാവും. ആ, നിങ്ങൾ എല്ലാവരും ഈ ഗാഡ്ജറ്റ് കെട്ടിക്കോളൂ. എടുക്ക്. കൂട്ടുകാരെ, അവര് വളരെ ഫാസ്റ്റ് ആണ്. അവർ ഒരാളുടെ പുറത്ത് ഒരാൾ കയറി മുകളിലിരിക്കുന്ന ഫാൻ അഴിച്ച് താഴെ കൊണ്ടുവന്നു. എന്നിട്ട് അതൊരു ആയുധം പോലെ ഉപയോഗിച്ചു. ഞാൻ ഡാൻസ് കളിച്ച് വയ്യാതായി. എന്റെ ഇടുപ്പ് വേദനിക്കാൻ തുടങ്ങി. ഒരു വീരന്മാര് മാത്രമല്ല, അവര് നല്ലവര് കൂടെയാ. വിരുന്നുകാരെ സൽക്കരിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. ഇത് കണ്ട, എനിക്കും ഇതൊക്കെ തന്നു. നമ്മളത്ര മോശക്കാരൊന്നുമല്ല, അങ്ങനെ തോൽക്കരുത്. ഞാൻ കാട്ടിലെ രാജാവ് സിംഹത്തിനടുത്തേക്ക് പോകുകയാണ്. അത് എന്റെ വീടാണ്. ഞാനത് ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? ലയൺ വന്നാല് നമ്മൾ എങ്ങോട്ട് പോകും? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഡോക്ടർ ജഡ്ക, നിങ്ങൾക്കൊരു സിംഹത്തിനെ ഉണ്ടാക്കാൻ പറ്റുമോ? സിംഹരാജാവേ, എന്നെ സഹായിക്കണം. ഞാൻ അങ്ങയുടെ പ്രജയാണ്. എന്നെ രക്ഷിക്കേണ്ട കടമ അങ്ങയുടേതാണ്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. എന്നിട്ട് അവനുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാം. സിംഹം. അല്ല, എത്ര സൂത്രക്കാരാണ് ഈ മനുഷ്യന്മാർ. അയ്യോ സിംഹരാജാവേ, അത് വേഷം കെട്ടിയതാണ്, വിശ്വസിക്കരുത്. സിംഹരാജാവേ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ മറ്റു മൃഗങ്ങളെ കൊണ്ട് വളരെ ശല്യമാണ്. ഒരു കുറുക്കനാണെങ്കിൽ ഓരിയിട്ടുകൊണ്ട് എന്നെ ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ്. എന്നെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ ആരും തന്നെ ഇല്ല. അയ്യോ, ഈ നാടകക്കാരെ വിശ്വസിക്കരുത്. അവർ പറയുന്നതെല്ലാം നുണയാണ്. ഇന്നത്തതിന് ശേഷം ഈ ബംഗ്ലാവിൽ ആരും വരില്ല. ഇത് നിന്റേതായിരിക്കും, നിന്റേത് മാത്രമായിരിക്കും. അയ്യോ മഹാരാജൻ, എന്നെ വിശ്വസിക്കൂ. ഇത് വേഷം കെട്ടിയ പെൺസിംഹമാണ്. ഇവരെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അടിച്ചോടിപ്പിക്കണം. ഇത്രയ്ക്ക് ധൈര്യമോ? എന്റെ റാണിയെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നോ? മഹാരാജൻ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് നോക്ക്. ഓക്കേ, ഇപ്പൊ തന്നെ നോക്കിയേക്കാം. വേണ്ട വേണ്ട വേണ്ട, അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവും. ആ, ഓ, അപ്പൊ നിനക്ക് ഭയമുണ്ടല്ലേ? നിന്റെ കള്ളി വെളിച്ചത്താകുമെന്നോ? ചതി, എന്നെ ചതിക്കുകയായിരുന്നു. ഇനി നിന്റെ ഊഴമാണ്. എന്റെ റോള് കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? മോട്ടു സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ. പൊളിച്ചേ. സിംഹം സാറേ, ആദ്യം അവിടെ ഇരുന്ന് ഞാൻ പറയുന്നതൊന്ന് കേക്ക് പ്ലീസ്. ഇത് തെറ്റിദ്ധാരണയാണ്. എല്ലാവരും അകത്തോട്ട് വാ. ഈ മനുഷ്യൻ ശക്തിശാലി മാത്രമല്ല, നല്ലവനും കൂടിയാണ്. എന്റെ തീരുമാനം ഇതാണ്. എത്ര നാൾ ഇവർ ഇവിടെ ഇരിക്കുന്നുവോ അതുവരെ ഇവിടെ ആരും വരാൻ പാടില്ല. ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ തീർച്ചയായും വരാം. ഇതെന്റെ കൽപ്പനയാണ്. പൊളിക്കടുത്തല്ലോ. നല്ലൊരു തീരുമാനത്തിനെ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കിത് സമ്മതമാണ് മഹാരാജാവേ. അപ്പോൾ എന്റെ വാടക ആര് തരും മഹാരാജൻ? ഇതുകൂടി കേട്ടിട്ട് പൊയ്ക്കോ. ഇനി മുതൽ നിനക്ക് വാടകയും കിട്ടില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ നോക്ക.
ഇവർ സൗജന്യമായി എന്റെ താമസിക്കും. സിംഹരാജാവേ, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പൊ മിസ്റ്റർ ഫോക്സിന് ഇവിടുന്ന് പോകാനുള്ള സമയമായിരിക്കുക. ഞങ്ങൾ നിങ്ങളെയെല്ലാം ഫ്രീ ആയിട്ട് കാട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കാം. എന്താ? ഓക്കേ, ബൈ ബൈ. ബൈ ബൈ. പത്ലു, ഞാൻ എല്ലാം അവിടെ പതുങ്ങി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഈ പ്രശ്നം നിങ്ങളെ കൊണ്ടേ പരിഹരിക്കാൻ പറ്റൂ എന്ന്. അതുകൊണ്ടാ ഈ ജോലി നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ ഈ ജോലി ഏറ്റെടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാ മൃഗങ്ങളുടെ കാര്യം പറയാഞ്ഞത്. ഇപ്പൊ എല്ലാം ഓൾ റൈറ്റ്. താങ്ക് യു ആൻഡ് ലെറ്റ് us have a party. അയ്യോ അതെ, ഞാനും ആ പാർട്ടിയിൽ പങ്കെടുത്തോട്ടെ. കഴിക്കാനും ഇഷ്ടം പോലെ കിട്ടും. എനിക്ക് ഡാൻസ് ചെയ്യാലോ. ഗുഡ് മോർണിംഗ് സർ. ഹലോ ചിങ്കം, നീയാണോ? വരൂ വരൂ. നിന്റെ അച്ഛൻ എന്റെ നല്ലൊരു അതെ സുഹൃത്ത്. ജനറൽ സർ. പിന്നെ ഇത് മോട്ടു പത്ലു. ഫുർഫുറെ നഗരത്തിലെ എന്ത് പ്രശ്നങ്ങളും തീർക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവർ. എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഇവരോടാണ് പറയാറുള്ളത്. അവരത് തീർത്ത് തരികയും ചെയ്യും. പിന്നെ ഇതാണ് ഡോക്ടർ ഛട്ക. പിന്നെ ഘസീഠ റാവ്. ഓഹോ, മോട്ടു പത്ലു, ഇവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് പരിഹരിച്ചു തരാൻ പറ്റുമോ? പിന്നല്ലാതെ, പറഞ്ഞോളൂ, എന്താ പ്രോബ്ലം? അതാ കാണുന്നില്ല, ഫെൻസിംഗിന്റെ അപ്പുറത്തുള്ള ടെന്റുകൾ. ശത്രുക്കളുടെ ബങ്കേഴ്സ് ഉണ്ട് അതിൽ. അതിനകത്തെ കമ്പ്യൂട്ടറിൽ സീക്രട്ട് സെക്യൂരിറ്റി പ്ലാൻ ഉണ്ട്. അതെനിക്ക് വേണം. എന്താ, നിങ്ങൾക്കത് കൊണ്ടുവന്ന് തന്നുകൂടെ? പിന്നെന്താ, ഞങ്ങൾ കൊണ്ടുവരാലോ, ഉറപ്പായിട്ടും. പക്ഷേ അവിടെ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ആർക്കും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ആ ഫെൻസിംഗ് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ കറണ്ട് ഉണ്ട്. അത് മാത്രമല്ല, അങ്ങ് ദൂരെ മൈൻസും വെച്ചിട്ടുണ്ട്. മൈൻസിൽ കാല് വെച്ച ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കും. മുകളിലൂടെയും പോകാൻ പറ്റില്ല, കാരണം ഇവരുടെ റഡാർ എല്ലാം സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നുണ്ട്. ഓയ് മോട്ടു എന്റെ ചങ്ക്, നീ വിഷമിക്കണ്ട. ഇതിനുള്ള പരിഹാരമൊക്കെ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ ചെറുതായി അങ്ങ് പോയാ പോരെ. അങ്ങനെ എങ്ങനെ ചെറുതാക്കാൻ പറ്റും? എന്റെ കയ്യിൽ മനുഷ്യനെ ചെറുതാക്കാനുള്ള ഗാഡ്ജറ്റ് ഉണ്ട്. ഓ എന്റെ ചങ്ക്, ഇതിലുള്ള റെഡ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ നീ ചെറുതാകും. പിന്നെ പഴയ രൂപത്തിലാകണമെങ്കിലുണ്ടല്ലോ, ആ ഗ്രീൻ ബട്ടണിൽ അമർത്തിയാ മതി ചങ്കേ. അത് ശരി, ഇത് കൊള്ളാമല്ലോ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സത്യത്തിൽ നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ. ബൈ. ബൈ ബൈ. മോട്ടു ജംപ്. എന്റെ അമ്മോ, ആ ലിസേർഡ് നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഓടിക്കോ. ഏയ് സ്റ്റോപ്പ്. വേണ്ട, വരരുത്. വിടൂ, വിടൂ, എന്നെ വിടൂ. ഇങ്ങോട്ട് വാ മോട്ടു. എന്നെ വിടൂ. ഞാൻ നിന്നെ സഹായിക്കാം മോട്ടു. വിട്ടോ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നല്ലേ അറിയുന്നത് ചെറുപ്പമായ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണമെന്നുള്ളത്. വരൂ, നമുക്ക് വലുതായേക്കാം. ഇപ്പൊ നമ്മൾ വലുതായി കഴിഞ്ഞാ ഇവിടെയുള്ള ഗാർഡുകളൊക്കെ കാണും. ഇവിടുന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നത് വരെ ചെറുതായി തന്നെ ഇരിക്കണം. എന്റെ അമ്മോ, ഈ സ്പൈഡർ ഇപ്പൊ എവിടുന്നാ കെട്ടിയെടുത്തത്? ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, വേഗത്തിൽ ഓടിക്കോ. നമുക്ക് എവിടെ ഒളിച്ചിരിക്കാം. സാർ, എവിടെയൊക്കെ പോയോ? എവിടെയൊക്കെ പോയത്? ശബ്ദം അത് പോയി ഉണ്ടാക്കരുത്. കേട്ടോ. ഇന്ന് കഴിക്കാൻ വളരെ സ്വാദുള്ള ഭക്ഷണം കിട്ടിയിരിക്കുന്നു. അയ്യോ, എനിക്ക് വയ്യ. അടിപൊളി. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. പത്ലു, ഈ സ്പൈഡർ നമ്മളെ ഇന്ന് കഴിക്കും കേട്ടോ.
പണി കിട്ടിയല്ലോ. എന്റെ മോട്ടു ഇങ്ങനെ കിടന്ന് കരയാതെ പെട്ടെന്ന് ബട്ടൺ അമർത്തിയിട്ട് വലുതാവ്. അതെ, അങ്ങനെ തന്നെ. നല്ല ഉറക്കാണ്. യെസ്, നമുക്ക് എല്ലാ സീക്രട്ടും ഈ പെൻ ഡ്രൈവിൽ ഡൗൺലോഡ് ചെയ്തേക്കാം. അല്ല, നിങ്ങൾ ആരുടെ ആരെന്ന് ചോദിച്ചാ എന്റെ ദൈവമേ, സൂത്രധാരന്മാരെ. ആരാ? എവിടെ? അല്ല, എവിടെ പോയി ഇവന്മാര്? അല്ല, 3 പേരുണ്ടായിരുന്നല്ലോ, എവിടെ പോയി എന്റെ ദൈവമേ? 3 പേരോ? എവിടെ പോയി? നീ വല്ല സ്വപ്നം കണ്ടതാകും. അല്ല, ഇനിയിപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നെങ്കിൽ അത് ഒറിജിനൽ ആയിട്ട് തോന്നിയല്ലോ. മതി മതി, കുറച്ചുകൂടെ ഡൗൺലോഡ് ആകാനേ ബാക്കിയുണ്ട്. പിന്നെ ഇത് എവിടുന്നാ? എല്ലാരും പെട്ടെന്ന് വാ, ഞാനിവിടെ പിടിച്ചു വെച്ചു. ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഓടി വായോ, ശരിക്കും പിടിച്ചു വെച്ചിരിക്കാം. പെട്ടെന്ന് വാ, പെട്ടെന്ന് വരാൻ. നീ സ്വപ്നം കാണുന്നത് നിർത്തിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കേണൽ സാറിന്റെ മുന്നിൽ നിർത്തും. അല്ല, ഇതെങ്ങനെ സംഭവിച്ചേ? ഞാൻ അവരെ നന്നായിട്ട് പിടിച്ചു വെച്ചിരിക്കായിരുന്നല്ല. സത്യം പറയാ സാറേ, ഇത് സ്വപ്നമല്ലായിരുന്നു എന്റെ സാറേ. ശരി, ഇവനെ സ്വപ്ന ലോകത്ത് നിന്ന് താഴെ കൊണ്ടുപോവാ. അല്ല, എന്നെ വിടുന്ന എന്റെ കൈ വിട. അയ്യോ, അയ്യോ, മിണ്ടാതെ അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാൻ നോക്കും, അല്ലാതെ അതും ഇതും പുലമ്പാതെ. എന്നാ അടി അടിച്ചത് ഇവന്മാരെന്നെ. ഇനി അവന്മാരെ ഞാൻ സത്യമായിട്ട് പിടിച്ചേ അടങ്ങൂ. പക്ഷെ ഞാൻ അവരെ പിടിച്ചതായിരുന്നല്ലോ എന്റെ കൈ കൊണ്ട്. പിന്നെ എങ്ങനെ അവർ രക്ഷപ്പെട്ടു ഒന്നും മനസ്സിലാവണില്ലല്ലോ. ചെലപ്പോ ചെറുതായി പോയി കാണും, പക്ഷെ അതെങ്ങനെ? ഇവനെ വിടാൻ പാടില്ല. പിന്നെ എന്നാ കൊണ്ട് വിശേഷം ചേട്ടാ? സുഖല്ലേ? വലിയേട്ടാ, എല്ലാം ഓക്കെയാണ്. നിങ്ങൾ ചെന്ന് ഉറങ്ങിക്കോ. ആ, ശരിയാ പറഞ്ഞേ. ശരി, ഓക്കെ. എന്റെ മീശയില് 3 പേരാ. അത് ശരി, ഇവിടെ 3 പേരും. എന്റെ മുന്നിൽ സാറാ, പെട്ടെന്ന് വായോ, പെട്ടെന്ന് വാ. അവരെ പിടികിട്ടി, പിടികിട്ടി. എന്താണ് എനിക്ക് പറയാനുള്ളത്? വാ, നോക്ക് നോക്ക്, മീശമേലുണ്ട്, മീശമേല് 3 പേര് തൂങ്ങി കിടക്കുന്നത് കാണണല്ലേ? എവിടെ? എവിടെയെന്ന്? അല്ല അല്ല, അയ്യോ അല്ല, എന്റെ മീശ അവര് പറിച്ചെടുത്തേ. അയ്യോ അയ്യോ. നീ സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പ് എന്തായിരുന്നു പണി? അത് പിന്നെ സാറേ, ഞാൻ ഒരു റൈറ്റർ ആയിരുന്നു, എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. നിന്റെ ഈ റൈറ്റർ ബുദ്ധിയാ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നേ. ഇല്ലാത്ത കഥയൊക്കെ വിളിച്ചു പറയുക. ഇവിടെ നോക്ക സാറേ, എന്റെ പൊന്നെ സാറേ, ഇവിടെ നോക്ക്. അമ്മച്ചിയുടെ കാല്. നീ ആരെയാടാ ഈ നോക്കുന്നേ? എന്റെ സാറേ, അവര് വളരെ ചെറിയ ചെറിയ മനുഷ്യരാ. അവരെ ഞാനിപ്പോ സാറിന്റെ കാലിന്റെ പുറത്തുകൂടെ ഓടുന്ന കണ്ടു. അതാ ഞാൻ ചവിട്ടിയെ. ഞാനിപ്പോ അവരെ ഞാൻ നോക്കിട്ട് വരാം. എന്താടാ കിടന്ന് പുലമ്പുന്നേ? ആർക്കെങ്കിലും അങ്ങനെ ചെറുതാകാനൊക്കെ പറ്റുമോ? എന്റെ സാറ് സിനിമയിലൊന്നും കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കാണിക്കാറല്ലേ ചെറുതും വലുതായിട്ടൊക്കെ തന്നെ. അതൊക്കെ സിനിമയിൽ പറ്റും, അല്ലാതെ ജീവിതത്തിൽ പറ്റുവാടാ. എന്റെ ഈ ഭാവന ലോകത്തൊന്നും ഇറങ്ങി വാടാ. ശരി, എന്തായാലും ഇവൻ പറയുന്ന സ്ഥിതിക്ക് ഒന്ന് ഫെൻസിങ് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വാ. വേഗം രക്ഷപ്പെടണം ഇവിടുന്ന്. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് പണി കൂടെ ചെയ്യാനുണ്ട്. അവിടെ ഒളിച്ചിരിക്കല്ലേ? ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടൂല. എവിടെയാ ഓടണേ? നിക്കവിടെ. എടാ, അവന്മാരെ നിക്കാൻ. അയ്യോ, വേഗം ഓടിക്കോ മോട്ടു. വേണ്ട. എന്റെ അമ്മോ, ലിസേർഡ് എന്നെ പിടിച്ചു. രക്ഷിക്കണേ.
ഏയ് മര്യാദയ്ക്ക് എന്നെ വിട്ടോ. The name is ചിങ്കം. ചിങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Yeah. ഓടിക്കോ. സാറേ അങ്ങോട്ട് നോക്ക്, ദേ അവിടെ ഫെൻസിങ്ങിന്റെ അപ്പുറത്ത് നോക്ക് നോക്ക്. എവിടെ? ഇവിടെ ആരും ഇല്ലല്ലോ. അല്ല സാറേ, അവിടെ ഉണ്ടായിരുന്നു. അയ്യോ സാറേ, അവരിപ്പൊ വലുതായിരുന്നു, ഇപ്പഴാ ചെറുതായത്. എല്ലാം പെട്ടെന്നായിരുന്നു എന്റെ സാറേ. എന്തൊക്കെയാണാ ഈ പറയുന്നത്? ചിലപ്പോ വലുത്, ചിലപ്പോ ചെറുത്. നിനക്ക് എന്തോ കാര്യമായി പ്രശ്നമുണ്ട്. ഇവനെ അങ്ങോട്ട് പൊക്കിക്കൊണ്ടു പോ. അല്ല അല്ല വേണ്ട, എന്നെ വിട്. അല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക്. നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോയി. അതെ അവിടെ നോക്ക്, ദേ അങ്ങോട്ട് നോക്ക്. ഇവര് വെറുതെ ഇരിക്കുന്നു. ആരും നോക്കില്ല. മിണ്ടാതെ അങ്ങോട്ട് പോയാ മതി. സാറേ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് സാറേ, ഒന്ന് കേക്ക്. ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്ക്, അപ്പൊ മനസ്സിലാവും അവരിത് വലുതായിരിക്കുന്നു. അയ്യോ അവരിത് ഡാൻസ് ആണ് കാണിക്കുന്നത്. എന്നെ കൊണ്ട് സാറേ ഒന്ന് നോക്ക്. അയ്യോ ജനറൽ സാബ്, ദാ പിടിച്ചോളൂ. എല്ലാ സീക്രട്സും ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി വലിയ സേവനമാണ് ചെയ്തത്. താങ്ക് യു മോട്ടു പത്ലു. സാർ ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. ഞങ്ങൾ പല്ലിയുടെ കയ്യിൽ നിന്നും പിന്നെ സ്പൈഡറിന്റെ കയ്യിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം എന്തെങ്കിലും കഴിക്കാൻ തരുവോ? വിശന്നിട്ട് വയ്യ. Watch India's largest kids library only on Jio Hotstar. Download the app now.